ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലിറ്റിൽ റീമി ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് റമദാൻ 29th. അപ്പോൾ രാവിലെ തന്നെ സെഹറൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റത് 9:30-9:35 ഒക്കെ ആയപ്പോഴേക്കാണ്. എഴുന്നേറ്റതിന് ശേഷം ഞാൻ നേരെ പോയി എൻ്റെ ബെഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ ബെഡിലല്ല ഉറങ്ങുന്നത്. സംടൈംസ് എൻ്റെ ഇത്താത്താനടുത്ത്, സംടൈംസ് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ അടുത്ത്, അല്ലെങ്കിൽ സംടൈംസ് എൻ്റെ സ്വന്തം ബെഡിൽ. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ചെയ്തു. ഞാനൊരു സംഭവം പറയട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഒരു സംഭവം കാണിക്കട്ടെ. ഞാനൊരു ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫേർണിച്ചർ ഷോപ്പിലേക്ക് പോയിരുന്നു. അത് എന്തിനാണ് പോയതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ദിസ് ഈസ് ദ റീസൺ ഗായ്സ്. ഫൈനലി എൻ്റെ ഡ്രീം ടേബിൾ ഞാൻ വാങ്ങിച്ചു. ഇതിനായിരുന്നു പോയത്. പിന്നെ എനിക്ക് ബോറായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ എൻ്റെ ഡയറി കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മൈ ഡെയിലി റുട്ടീൻ ഡയറിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഒരു ജേർണലിംഗ് ഡയറിയാണ്. ഈ ഡയറീസിനൊക്കെ ഫ്രണ്ട് കവർ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനായി കൊടുത്തതാണ് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ കുഞ്ഞു ചെറിയ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ചെയ്യാറില്ല, ബട്ട് സംടൈംസ് എനിക്ക് മൂഡായാൽ മാത്രം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സോങ് ഡയറിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് കവറും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനായി മേക്ക് ഓവർ കൊടുത്തതാണ്. ഇതിൽ കുറേ സോങ് ഒന്നും എഴുതിയിട്ടില്ല, ബട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് സോങ്ങൊക്കെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് മൈ ഫേവറേറ്റ് ആൻഡ് മൈ സീക്രട്ട് ഡയറി. ഇതിൽ സീക്രട്ടായിട്ടൊന്നും എഴുതിയിട്ടില്ല, ബട്ട് ഞാൻ കാണിക്കുന്നുമില്ല. നെക്സ്റ്റ് ആയിട്ട് ലോക്ക് ഡയറി. ഇതെനിക്ക് എൻ്റെ സിസ്റ്റർ ഇൻ ലോയും അതുപോലെ തന്നെ ബ്രദറും മൈ 13th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഡയറി കളക്ഷൻസ്. അതൊക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ ഉള്ളിലേക്ക് പോയി. എന്തിന്? ഹെയർ കെയറൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ഹെയറൊക്കെ ടൈ ചെയ്തു, നെയിലൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. വീടായാൽ കുറച്ച് ക്ലീനിങ് ഒക്കെ വേണമല്ലോ. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് ക്ലീനിങ് പരിപാടി എനിക്കും ഉണ്ട്. മോപ്പിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തതൊന്നല്ല കേട്ടോ, ഞാൻ തന്നെ ചെയ്തതാണ്. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി കുറച്ച് നേരത്തേക്ക് ഫോൺ നോക്കിയാലോ. ഇത് റമദാൻ കൂടിയല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ നോക്കുന്നുള്ളൂ. ഐ തിങ്ക് ഒരു 10 to 15 minutes ഞാൻ നോക്കിയിട്ടുണ്ട്. പിൻട്രസ്റ്റ് ആണ് ഞാൻ നോക്കിയത്. അതിൽ ജേർണലിംഗ്, ഡ്രോയിങ്, കുക്കിംഗ്, ക്രാഫ്റ്റിംഗ്, എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഡ്രോയിങ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഒരു ഫ്ലവർ ചെയ്തു. അത്ര പെർഫെക്റ്റ് ആയോ എന്ന് എനിക്കറിഞ്ഞൂടാ, ബട്ട് അതിനുശേഷം 3-4 ഫ്ലവേഴ്സൊക്കെ ചെയ്തു. അത് എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുമായിട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ ഷെയർ ചെയ്യുന്നത്, എക്സെപ്റ്റ് വിഷൻ ബോർഡ്. ഇത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഒരു പൈപ്പ് ക്ലീനർ, ഒരു പെന്നോ അല്ലെങ്കിൽ മാർക്കർ ഉണ്ടായാൽ മതി. വളരെ സിമ്പിൾ ആൻഡ് വളരെ ഈസിയും കൂടിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ചെയ്തു വന്നപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു ഗായ്സ്. ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് എങ്ങനെ ആവും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ബട്ട് ചെയ്തു വന്നപ്പോൾ ഐ റിയലി ലവ്ഡ് ഇറ്റ്, ഐ റിയലി ലൈക്ഡ് ഇറ്റ്. കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് ഉള്ള ആൾക്കാർക്ക് ദിസ് ഈസ് മസ്റ്റ് ട്രൈ ആണ് ഗായ്സ്. കാരണം അത്രയ്ക്കും ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ കുറച്ച് സ്ലോവാണ് ഇതുണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ക്രാഫ്റ്റ് വീഡിയോ തന്നെ കുറച്ച് ലോങ്ങായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഡിസ്റ്റർബായ ഐ എം സോറി ഗൈസ്. അങ്ങനെ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഫൈനലി ഞാൻ ഒരു ഫ്ലവർ ചെയ്തു. ഈസിയാണ് ചെയ്യാൻ, പക്ഷേ ഞാൻ കുറച്ച് സ്ലോ ആണല്ലോ, അതുകൊണ്ടാണ്. ഈ ബീഡ്സ് സ്റ്റിക്ക് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ വേണമെന്നുള്ള ഒരാവശ്യമില്ല. പിന്നെ കുറച്ച് ക്യൂട്ട്നെസ്സും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. ഫൈനലി കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ എല്ലാം ഒക്കെ കാണാനായിട്ട് ഒരു ബുക്ക് ടൈപ്പില്ലേ. പിന്നെ ഞാൻ പൈപ്പ് ക്ലീനേഴ്സൊക്കെ എവിടെ ഉണ്ടായിരുന്നോ അവിടെ തന്നെ വെച്ചു. ഇനി നമുക്കൊന്ന് ഫ്രഷായി വന്നാലോ. ഇന്ന് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് ഇതാ. ഇതിൽ ബ്ലാക്ക് പാൻറ്, ഒരു ബ്രൗണിഷ് ടീഷർട്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഷോൾ, പിന്നെ ഹെയർ ക്ലിപ്പ്, ഇത്രയൊക്കെയാണ്. അങ്ങനെ ഫ്രഷായി വന്നതിന് ശേഷം നിസ്കരിക്കാനുള്ള സമയം. നിസ്കരിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഖുർആൻ ഓതാമെന്ന് വിചാരിച്ചു.
സ്കൂളുള്ളത് കൊണ്ട് ടൈം കിട്ടുന്നത് കുറച്ചാണ്. കിട്ടുന്ന ടൈമിലൊക്കെ കുറച്ച് നേരം ഖുർആൻ ഓതാം. ഖുർആനൊക്കെ ഓതിയതിനു ശേഷം ഞാൻ കുറച്ച് നേരം നടന്നു. എന്തിന്, ഈ ചപ്പലും പാൻറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം കുഞ്ഞു വാവേൻ്റെ ഒക്കെ കളിച്ചു. ഫസ്റ്റ് ബോയ് ബേബിനൊക്കെയും പിന്നെ ഗേൾ ബേബിനൊക്കെയും 2 പേരോട് കളിച്ചിട്ട് നല്ല ഹാപ്പിയായി. പിന്നെ ഞാൻ കുറച്ച് നേരം സ്വിങ്ങിലൊക്കെ കളിച്ചു. പിന്നെ ഞാനുണ്ടാക്കിയ ഫ്ലവർ എടുത്ത് കൊണ്ടുപോയി പുറത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇഫ്താറിനുള്ള ടൈമായി. ഈ സ്നാക്സും ഫ്രൂട്ട്സും ബൗൾ ഗ്ലാസ് ഇതൊക്കെ ടേബിളിൽ വെക്കുന്ന പരിപാടി എൻ്റെതാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? റോൾ, ചില്ലി ഫ്രൈഡ്, പിന്നെ എഗ് ബോണ്ട, പിന്നെ ടെൻഡർ വാട്ടർ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, കസ്റ്റേർഡ്, ഇത്രയൊക്കെയായിരുന്നു. അതിനുശേഷം എൻ്റെ ഇത്താത്താക്ക് ഒരു സർപ്രൈസ് കൊടുത്തു ഗായ്സ്, എൻ്റെ ബ്രദർ ഇൻ ലോയിൽ നിന്നുള്ള മോം ടു ബി സർപ്രൈസ്. പിന്നെ കേക്ക് തിന്നൽ പരിപാടിയായിരുന്നു എല്ലാവരും. അതിനുശേഷം ഒരു ചെറിയ ചോക്ലേറ്റ് ഹാമ്പർ കൊടുത്തിരുന്നു. അത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മുടെ പണിയല്ലേ. അങ്ങനെ കുറേ ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു. നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ മെഹന്തി ഇടാൻ വിചാരിച്ചു. അങ്ങനെ കസിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ് പോയത്. ഇതെൻ്റെ ബിഫോർ ഹാൻഡും ഇത് മെഹന്തി ഇട്ടതിന് ശേഷവുമാണ്. 2 കൈയിലേക്ക് ഇട്ടിരുന്നു. ഒരു കൈക്ക് എൻ്റെ ഫ്രണ്ടും മറ്റൊരു കൈക്ക് എൻ്റെ കസിൻ സിസ്റ്ററും. എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. Happy Eid Mubarak everyone.